ഒരു ദേശം വളരുന്നില്ല. കർഷകന്റെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വിലയും ലഭിക്കണം. അതിനൊരു കർഷക മിത്രം കൂടിയേ തീരൂ. ഇതാ ഒരു കർഷകന്റെ മൊഴി കൂടി കേൾക്കൂ. വിജയൻ TK. തിറ ഫുഡ് ഫാക്ടറി എന്നൊരു കമ്പനി ഈ അടുത്ത് ഇവിടെ ഉണ്ട്, ഈ കിംഫ്ര പാർക്കിൽ. അവർക്ക് വേണ്ടിയാണ് കൃഷി ചെയ്യുന്നു. അവിടെയാണ് ഞങ്ങൾ സാധനം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. 8 മാസം മുതൽ 10 മാസം വരെ മൂപ്പുള്ള കൃഷികളാണ്, സാധനങ്ങളാണ് കൊടുക്കുക. കപ്പയാണ് കൊടുക്കുന്നത്. ഇപ്പോൾ തിരുവല്ല സൈഡിൽ നിന്ന് കൊണ്ടുവന്ന ഒരു പുതിയ കമ്പ് കൃഷി ചെയ്യുന്നുണ്ട്. നല്ല വിളയമാണ്. അതും ഇവിടുത്തെ ഉൽപ്പാദനത്തിന് പറ്റുന്നതാണ്. മറ്റൊന്ന് കൊട്ടാരക്കര വെള്ളയെന്നും പറഞ്ഞൊരു സൈസ് കമ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. അതോടത്തെ ഉപയോഗത്തിന് കൊള്ളാവുന്നതാണ്. അതുപോലെ പിന്നെ ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് കൊണ്ടുവന്ന കമ്പുണ്ട്. അങ്ങനെ പല ഐറ്റത്തിലുള്ള കൃഷികളാണ് ചെയ്യുന്നത്. ഇതെല്ലാം ഇവിടത്തേക്ക് തന്നെ കൊടുക്കുകയും അവിടെ വാങ്ങാനുള്ള ഒരു സംവിധാനം ഉള്ളതുകൊണ്ട് ആവർത്തന കൃഷി ചെയ്യാൻ നല്ല ഒരു ഉത്സാഹമാണ്. കപ്പ കൃഷിക്ക് പുറമെ ഏത്തവാഴ കൃഷിയുണ്ട്. അതും ഇത്തര ഫുഡ് ഫാക്ടറിയിലാണ് കൊടുക്കുന്നത്. മാന്യമായ വില തരുന്നുണ്ട്. സ്വന്തം നാട്ടിലെ കാർഷിക ഉൽപ്പന്നങ്ങളെ അതീവ ശുദ്ധിയോടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി അന്താരാഷ്ട്ര വിപണിയിലെത്തിച്ച് നാടിനും നാട്ടാർക്കും സമ്പത്തും യശസ്സും വർദ്ധിപ്പിക്കുന്ന വിധം ശ്രീ അലക്സ് തോമസിൻ്റെ ടിയാര ഫുഡ് ഇന്ത്യയുടെ അശ്വമേധം ഏവർക്കും അനുകരണീയം. കാർഷിക മേഖലയിൽ നിറകതിർ വാരിത്തൂകുന്ന ഒരു പുത്തനുഷസ്. കൂടുതൽ വിവരങ്ങൾക്ക് ടിയാര ഫുഡ് ഇന്ത്യ. ഫോൺ 04734 246 335. മൊബൈൽ 8943347331. കാർഷിക വാർത്ത. കാർഷികോൽപ്പന്ന മൂല്യവർദ്ധന മേഖലയിൽ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരമൊരുക്കാനും അവരുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സർക്കാർ സഹായം ഒരുക്കാനുമായി സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ 2016 ഡിസംബർ 1 മുതൽ 5 വരെ തീയതികളിൽ തിരുവനന്തപുരം കനകക്കുന്ന് കൊട്ടാരത്തിൽ വെച്ച് കാർഷിക മേഖലയിൽ മൂല്യവർദ്ധനവും സംസ്കരണവും സംബന്ധിച്ച് അന്തർദേശീയ ശില്പശാലയും പ്രദർശനവും സംഘടിപ്പിക്കുന്നു. കൃഷിയിൽ ഒരു സുസ്ഥിരമായിട്ടുള്ള ഒരു അഭിവൃദ്ധി ഉണ്ടാവണമെങ്കിൽ 2 കാര്യങ്ങളാണ് കൃഷി വകുപ്പ് കാണുന്നത്. അതിലൊന്ന് കാർഷികോൽപ്പന്നങ്ങളുടെ ഉൽപ്പാദന വർധനവ് മാത്രമല്ല, അതിന് മാർക്കറ്റിങ്ങും അതുപോലെ തന്നെ അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വ്യാപനവും വളരെ ആവശ്യമാണ് എന്നാണ് കൃഷി വകുപ്പ് കരുതുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് കാർഷിക ഉൽപ്പന്നങ്ങൾ അധിഷ്ഠിതമായിക്കൊണ്ടുള്ള നിരവധി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ ധാരാളമായി നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അവർക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരാൻ ആവശ്യമായിട്ടുള്ള സാങ്കേതികമായ ടെക്നോളജി അവർക്ക് ആവശ്യമാണ്. ഇതിന് മാർക്കറ്റിംഗ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു ഏകോപിപ്പിച്ച രീതിയിലുള്ള സഹായങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമേ ഇത് സാധ്യമാവുകയുള്ളൂ എന്നാണ് അവർ പറയുന്നത്. സംസ്ഥാന കൃഷി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ 14 അഗ്രോ പാർക്കുകൾ രൂപീകരിക്കാൻ വേണ്ടി ഗവൺമെൻറ് തീരുമാനിച്ചത്. ഇതിനോടനുബന്ധിച്ചുള്ള വാല്യൂ അഡീഷൻ ഫോർ ഇൻകം ജനറേഷൻ ഇൻ അഗ്രികൾച്ചർ വൈഗ ലോഗോ പ്രകാശനം ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി VS സുനിൽകുമാർ നിർവഹിച്ചു. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഉൽപ്പാദനത്തിലൂടെ കൃഷിയുടെ വിപണന മേഖല ശക്തമാക്കുകയും അതുവഴി കാർഷിക മേഖലയിലേക്ക് കൂടുതൽ യുവാക്കളെ ആകർഷിക്കുകയും ചെയ്യുക എന്നതാണ് ഈ ശില്പശാലയുടെയും പ്രദർശനത്തിൻ്റെയും പ്രധാന ലക്ഷ്യമെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറയുകയുണ്ടായി.